ഹലോ എവ്രി വൺ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദ അൺനോൺ സിറ്റിസൺ എന്ന് പറയുന്ന ഒരു പോയത്തിനെ കുറിച്ചിട്ടാണ്. WHO എഴുതിയിട്ടുള്ള ദ അൺനോൺ സിറ്റിസൺ. സോ നമ്മൾ സാധാരണ പറയുന്ന പോലെ നമുക്ക് WHO കുറിച്ചിട്ട് ചെറിയൊരു വിവരണം എന്താണെന്നുള്ളത് നോക്കാം. അദ്ദേഹം 1907 ഇംഗ്ലണ്ടിലാണ് ജനിച്ചിട്ടുള്ളത്. പക്ഷേ പിന്നീട് അദ്ദേഹം അമേരിക്കയിലേക്ക് മാറുകയായിരുന്നു ഏകദേശം 1939 ആയപ്പോൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ആംഗ്ലോ അമേരിക്കൻ പോയറ്റ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ വിളിക്കപ്പെടുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫാമിലി ഒരു ആംഗ്ലോ കത്തോലിക് ഫാമിലി ആയിരുന്നു. അതുപോലെ അദ്ദേഹം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡേണിസ്റ്റ് പോയറ്റിൽ പെട്ടിട്ടുണ്ടായത്, പ്രത്യേകിച്ച് 1930s ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡേണിസ്റ്റ് പോയറ്റിൽ പെട്ടിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പോയട്രി എപ്പോഴും ഡീൽ ചെയ്യുന്നത് വാർ, പൊളിറ്റിക്സ്, ഫാസിസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതുപോലെ വളരെ സിമ്പിൾ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് ഈ ഒരു പോയത്തിൽ എന്താ പറയുന്നത് നോക്കാം. ദ അൺനോൺ സിറ്റിസൺ എന്ന് പറയുന്ന പോയത്തിൽ എന്താണെന്ന് പറയുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ BEGCക്കാരുണ്ട്, അവരുടെ യൂണിറ്റിൽ കുറച്ചും കൂടെ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങളും കൂടെ ചർച്ച ചെയ്യാം കേട്ടോ. സോ ദ അൺനോൺ സിറ്റിസൺ എന്ന് പറയുന്ന ഈ ഒരു പോയം ഏകദേശം 32 ലൈൻസ് വരുന്ന ഒരു പോയമാണ്. ഒരു സിമ്പിൾ, ഒരു അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഒരു പോയം എന്നുള്ള രീതിയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഒരു സാറ്റിറ്റിക്കൽ എലജി ആയിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. സാറ്റിറ്റിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു മോക്കിംഗ് അല്ലെങ്കിൽ എന്താണ്, ഒരു ആക്ഷേപഹാസ്യം എന്നുള്ള രീതിയിൽ എഴുതുന്ന ഒരു പോയത്തിനാണ് എന്ന് പറയുക സാറ്റിറ്റിക്കൽ എന്ന് പറയുക. അതുപോലെ എലജി എന്ന് പറയുന്നത് എന്താണ്, അതൊരു ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഒരു മരണപ്പെട്ടതിൻ്റെ പേരിൽ ഒരു സങ്കടപ്പെടുത്തുന്ന രീതിയിൽ എന്താണ് അവരുടെ സങ്കടം അറിയിച്ചുകൊണ്ട് എഴുതുന്ന ഒരു പോയത്തിനാണ് എന്താ പറയുക എലജി എന്ന് പറയാം. അപ്പം ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു പോയമാണ് ശരിക്കും ഈ ഒരു സാറ്റിറ്റിക്കൽ എലജി എന്ന് പറയുന്ന ഈ ഒരു ദ അൺനോൺ സിറ്റിസൺ എന്ന് പറയുന്ന ഒരു പോയം കേട്ടോ. അപ്പം ഇതിലെന്താ പറയുന്നത് ചോദിച്ചാൽ, ഒരു സിറ്റിസൺ, ഒരു ഐഡിയൽ സിറ്റിസൺ, ഒരു പൗരൻ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതിന് ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഈ ഒരു സിറ്റിസൺ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഗവൺമെൻറ് എന്താണ് അദ്ദേഹത്തിന് ഓർക്കാൻ വേണ്ടി ഒരു സ്മാരകം പണിയാണ്. ഒരു സ്മാരകം പണിഞ്ഞിട്ട് ആ ഒരു സ്മാരകത്തിന് ഇയാളുടെ പേരല്ല വെച്ചത്, നേരെ മറിച്ച് ഒരു നമ്പറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ആ സ്മാരക കുറിപ്പ് എന്നുള്ള രീതിയിൽ ഒരു ഓഫീസർ വന്നിട്ട് വായിക്കുന്ന രീതിയിലാണ് ശരിക്കും ഈ ഒരു പോയം എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ സാറ്റിറിക്കൽ രീതി എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മുടെ പോയറ്റ് ഗവൺമെൻറ്റിനെയാണ് ആക്ഷേപിക്കുന്നത്. ഗവൺമെൻറ്റിന് എല്ലാം അറിയാമെന്നുള്ളൊരു ധാരണയാണ്. എന്നാൽ എന്താണ്, ആ ഒരു വ്യക്തിയുടെ ശരിക്കും യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് കാര്യങ്ങളൊന്നും ആർക്കറിയുന്നില്ല, ഗവൺമെൻറ്റിന് അറിയുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം വിമർശിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അതുപോലെ എന്താണ്, ആ ഒരു അദ്ദേഹത്തിൻ്റെ പേര് എഴുതാതെ ഒരു നമ്പർ എഴുതുമ്പം എന്താണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം പോലും നഷ്ടപ്പെട്ടതിൻ്റെ സൂചനയായിട്ട് എന്നുള്ള രീതിയിലാണ് ശരിക്കും ഈ ഒരു കവിത നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ആ ഒരു ഓഫീസർ ആ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എന്താണ് ഈ ഒരു കവിത, ഈ ഒരു കുറിപ്പ് വായിക്കുന്ന രീതിയിലാണ് ഈ ഒരു കവിത ഉള്ളത്. അപ്പം അതിൽ അയാൾ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു പൗരൻ എന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ ഒരു കോഡ് എഴുതിയിട്ടുള്ളത് JS-07 M378 എന്ന് പറയുന്ന ഒരു കോഡാണ്. സോ അദ്ദേഹം ആ ഒരു കോഡിൽ ആ ഒരു വ്യക്തി എന്താണ്, അദ്ദേഹം വളരെ ഒരു നല്ലൊരു വ്യക്തിയാണ്. ഗവൺമെൻറ് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് അയാൾ. അതുപോലെ അയാൾ എന്താണ്, എല്ലാ ഗവൺമെൻറ് റൂൾസും പാലിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ടാക്സ് വളരെ കറക്റ്റായിട്ട് അടച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു യൂണിയനിൽ മെമ്പറായിരുന്നു, ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് ന്യൂസ് പേപ്പേഴ്സൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അവരുടെ സൊസൈറ്റി എങ്ങനെയാണ് ആഗ്രഹിച്ചിരുന്നത് അതുപോലെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. ഒരു മോഡൽ സിറ്റിസൺ ആയിട്ടാണ് അദ്ദേഹം കണക്കാക്കപ്പെട്ടിരുന്നത് എന്നുള്ള രീതിയിലാണ് ശരിക്കും നമ്മുടെ ആ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഇത് പറയുന്നത്. പക്ഷേ ശരിക്കും നമ്മുടെ പോയിറ്റ് പറയുന്നത് വെച്ചാൽ, ശരിക്കും അയാളുടെ ചിന്തകളും അയാളുടെ വികാരത്തെയും അയാളുടെ ഇമോഷൻസിനെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെയും ഒക്കെ ഗവൺമെൻറ്റിന് അറിയുമായിരുന്നോ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ അദ്ദേഹം ഉയർത്തുന്നത് എന്നുള്ളത്. അതോ അതിനെക്കുറിച്ചിട്ടൊന്നും ആരും അന്വേഷിക്കുന്നില്ല. പുറമേ കാണുന്നത് എന്താണോ, അയാളുടെ ലൈഫ് എങ്ങനെയാണോ എന്നുള്ളത് മാത്രമാണ് ആളുകൾ വിലയിരുത്തുന്നത്. ശരിക്കും അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ആരും വ്യക്തമാക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ആരും അന്വേഷിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ആ സ്പീക്കർ പറയുന്ന അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ഇമ്പേഴ്സണൽ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ലാംഗ്വേജ്, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിട്ടായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ, അദ്ദേഹം ഒരു ഫാക്ടറിയിലായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ജോലിയിൽ അദ്ദേഹത്തിനെ പുറത്താക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ എംപ്ലോയറെ വളരെയധികം തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു യൂണിയൻ അംഗത്വം അദ്ദേഹം നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു എൻഡ് ഓഫ് ദിസ് പോയം നമ്മുടെ ഓതൻ ചോദിക്കുന്നുണ്ട് എന്താണ്, വാസ് ഹി ഫ്രീ, അദ്ദേഹം എന്താണ് ഫ്രീ ആയിരുന്നോ, അല്ലെങ്കിൽ വാസ് ഹി ഹാപ്പി, അദ്ദേഹം സന്തോഷവാനായിരുന്നോ എന്നുള്ള കാര്യം, സ്വതന്ത്രനായിരുന്നോ സന്തോഷവാനായിരുന്നോ എന്നുള്ള കാര്യം അദ്ദേഹം ചോദിക്കണം. അഥവാ യഥാർത്ഥ ഹാപ്പി ആയിരുന്നോ എന്നുള്ളത് ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ആ ഒരു അൺനോൺ സിറ്റിസൺ റിയൽ ആയിട്ട് പുറമെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയൽ ആയിട്ടുള്ള സിറ്റിസൺ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഇമോഷൻസിനെയൊന്നും ആരും പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു പോയത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം തന്നെ ഏറ്റവും അവസാനത്തെ ഭാഗം തന്നെയാണ്. അഥവാ നമ്മുടെ ഓതൻ ചോദിക്കുന്ന എന്താണ്, വാസ് ഹി ഫ്രീ, വാസ് ഹി ഹാപ്പി, അഥവാ അവൻ സ്വതന്ത്രനായിരുന്നോ അഥവാ അവൻ സന്തോഷവാനായിരുന്നോ. അപ്പം അതിന് ലഭിക്കുന്ന മറുപടി എന്ന് പറയുമ്പോൾ വളരെ ഒരു സാറ്റിറിക്കൽ ആയിട്ടുള്ള മറുപടിയാണ്. ദ ക്വസ്റ്റ്യൻ ഈസ് അബ്സേർഡ്, അഥവാ അങ്ങനെ ചോദിക്കുന്നത് തന്നെ എന്താണ്, അസംബന്ധമാണ് എന്നുള്ള രീതിയിൽ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ, കാരണം എന്താണ്, ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം അവനെല്ലാം ശരിയായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവന് ഹാപ്പി ആയിരിക്കണം, അല്ലെങ്കിൽ അവന് ഫ്രീ ആയിരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അവർക്കുള്ളത് ഗവൺമെൻറ് ഉണ്ടായത്. പക്ഷേ യഥാർത്ഥത്തിൽ അവന് സന്തോഷവാനായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഗവൺമെൻറ് പറയുകയാണ്, ഈ
ഇഫ് എനിത്തിങ് വാസ് റോങ് വി ഷ്യൂർലി വുഡ് ഹാവ് ഹിയർഡ്. അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങൾ അറിഞ്ഞേനെ. ഇവിടെയാണ് ശരിക്കും നമ്മുടെ ഓതൻ്റെ ഒരു സാറ്റിയർ വരുന്നത്. കാരണം ഗവൺമെൻറ്റിന് എന്താണ് മനുഷ്യൻ്റെ സാലറിയെ കുറിച്ചിട്ട്, ജോബിനെ കുറിച്ചിട്ട്, വോട്ട്, ഫാമിലി, കൺസ്യൂമർ ഹാബിറ്റ്, അതുപോലെ ഇൻഷുറൻസ്, ഇതൊക്കെ അറിയാൻ പറ്റും. പക്ഷേ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ എന്തായിരുന്നു, അവൻ ശരിക്കും സന്തോഷവാനായിരുന്നു അല്ലെങ്കിൽ അവന് ശരിക്കും സ്വതന്ത്രത്തോടെ ജീവിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്നും ആർക്കറിയില്ല, ഗവൺമെൻറ്റിന് അറിയില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് ശരിക്കും ഈ ഒരു പോയം എൻഡ് ആവുന്നത് എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഈ ഒരു പോയത്തിൽ പറയുന്ന കാര്യം. ദെൻ പിന്നീട് നമ്മുടെ BGCക്കാർക്ക് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ ഫസ്റ്റ് പറയുന്ന കാര്യം ഇൻട്രൊഡക്ഷൻ ടു വാർ പോയട്രി ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഓഫ് 20th സെഞ്ചുറി. ഈ ഒരു 20th സെഞ്ചുറിയുള്ള ഒരു വാർ പോയട്രി. എന്താണ് വാർ പോയട്രി എന്ന് പറയുന്നത്? നമ്മുടെ വാറിനെ കുറിച്ചിട്ട് എഴുതുന്ന ജോണേഴ്സിനാണല്ലേ നമ്മൾ വാർ പോയട്രി എന്ന് പറയുക. അഥവാ നമ്മുടെ ഒരു യുദ്ധം ഉണ്ടാകുമ്പം അതിൻ്റെ ഇമ്പാക്റ്റുകൾ, അത് മനുഷ്യ ജീവിതത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനങ്ങൾ, അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അവർ നേരിടുന്ന ഒരുപാട് പ്രത്യാഘാതങ്ങൾ, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്തുണ്ടായിരിക്കുക, വാർ പോയട്രി ഉണ്ടായിരിക്കാം. നമുക്കറിയാം ഫസ്റ്റ് വേൾഡ് വാർ 1940 to 1918 വരെയായിരുന്നു. അപ്പം ആ ഒരു ക്വാളിറ്റി നേരിട്ട് കണ്ട അനുഭവിച്ച ആളുകൾ എന്ത് ചെയ്തു, അവരുടെ അനുഭവങ്ങൾ, അതുപോലെ അവരുടെ ഫീലിങ്സ് ഒക്കെ എന്താണ് പോയിംസിലൂടെ അവതരിപ്പിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അവരുടെ സാഡ്നസ്, പെയിന്, അവരുടെ നിരാശകൾ, ഹൊറർ, ഇതിനൊക്കെ എന്താണ് പോയിംസിലൂടെ എഴുതാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പം 20th സെഞ്ചുറിയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിറ്റ്സ് ആയിരുന്നു W.H. Auden, അതുപോലെ തന്നെ റോബർട്ട് ഗ്രേവ്സ്, അങ്ങനത്തെ കുറച്ച് പ്രധാനപ്പെട്ട പോയിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ എന്നുള്ളതാണ്. ദെൻ പിന്നീട് പറയുന്നത് ഓതൻ ദ മോഡേണിസ്റ്റ് പോയറ്റ് എന്നുള്ളതാണ്. നമുക്കറിയാം അദ്ദേഹം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് മോഡേണിസ്റ്റ് പോയറ്റിൽ പെട്ടിട്ടുണ്ടായിരുന്ന ആളായിരുന്നു. അദ്ദേഹം ഫിയർ, വാർ, ഡെത്ത്, പൊളിറ്റിക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം ഒരുപാട് ലവ് പോയട്രീസും എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ ഒരു ലവിനോടൊപ്പം അതിൽ തന്നെ സാഡ് ഉണ്ടാവും, ഡെത്ത് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ വെച്ചാൽ ഈ ലൈഫ് എന്ന് പറഞ്ഞ ലൈഫിനെ പോലെ തന്നെയാണ് ശരിക്കും ലവ്, രണ്ടും ടെമ്പററി ആണ്, താൽക്കാലികമായി മാത്രമുള്ള സംഭവങ്ങളാണെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പം ലൈഫ് എന്ന് പറയുന്നത് ലൈഫ് ഈസ് ടെമ്പററി, ആർട്ട് ഈസ് എറ്റേണൽ. ആർട്ട് എന്ന് പറയുന്നത് എല്ലാ കാലത്തും നിലകൊള്ളുന്ന ഒന്നാണെങ്കിൽ ലൈഫ് എന്ന് പറയുന്നതാണ് ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങൾ ആണെന്നുള്ളതാണ്, ഒരു കാര്യമാണെന്നുള്ളതാണ്. അതുപോലെ അദ്ദേഹം ഫാസിസം, വാർ, അതുപോലെ മാസ് കില്ലിങ്, ഹ്യൂമൻ സഫറിങ്ങിന് ഇതൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പം എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു മോഡേണിസ്റ്റ് പോയറ്റ് ആയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡേണിസ്റ്റ് പോയറ്റ് ആവണമെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം എന്നുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഈ ഒരു മോഡേണിസ്റ്റ് പോയറ്റ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമുക്ക് എന്താണ് ഇവിടെ ലാംഗ്വേജ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കും, വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള റൈറ്റിങ്സ് ആയിരിക്കും ഉണ്ടായിരുന്നു. അതുപോലെ പെസിമിസവും ഹോപ്പും കൂടിയിട്ട് ചേർന്ന ഒരു രീതിയായിരിക്കും ഉണ്ടാവുക. എന്തിനോ വേണ്ടി ഒരു പ്രത്യേകിച്ച് പ്രതീക്ഷകളൊന്നും ഇല്ലാത്ത, എന്നാൽ എന്തൊക്കെയോ പ്രതീക്ഷകളുള്ള രീതിയിലുള്ള എഴുത്തുകൾ. അതുപോലെ ഒരു സജസ്റ്റീവ് ആയിട്ടുള്ള, ഇത് ഓരോ ആളുകളും അത് വായിക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള മീനിങ് ആയിരിക്കും അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക. ആ ഒരു രീതിയിലായിരിക്കും എഴുത്തുണ്ടാവുക. അതുപോലെ ഒരു പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് അതിൽ കാണാൻ പറ്റും, എക്സ്പെരിമെൻറ്റേഷൻ ഉണ്ടാവും. അതുപോലെ ഇറഗുലർ ആയിട്ടുള്ള ഫോംസ്, ഇതൊക്കെ എന്താണ് ഒരു മോഡേണിസ്റ്റ് പോയറ്റ് അല്ലെങ്കിൽ മോഡേണിസ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിൽ അവർക്ക് ഉണ്ടായിരിക്കുന്ന പ്രത്യേകതകളാണ്. അതുപോലെ ഇൻഡിവിജ്വലിസത്തിന് കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ്, ഇതൊക്കെ എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മോഡേണിസ്റ്റ് റൈറ്റേഴ്സിന് ഉണ്ടായിരുന്ന ഫീച്ചേഴ്സ് ആണെന്നുള്ളത്. ഇതൊക്കെ നമ്മുടെ W.H. ഓഡനും ഉള്ളത് കൊണ്ട് അദ്ദേഹം എന്താണ് ഒരു മോഡേണിസ്റ്റ് പോയറ്റ് ആണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്.